മെട്രോ റെയിൽ ഉൾപ്പെടെ കൊച്ചി നഗരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമായ പല പ്രധാന പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. നഗരസഭയ്ക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മെട്രോ റെയിലാണ് ബജറ്റിൽ ഇടം പിടിക്കാത്ത പ്രധാന പദ്ധതികളിലൊന്ന്. മെട്രോ റെയിലിനായി സ്ഥലമെടുപ്പ്, പുനരധിവാസം തുടങ്ങി നഗരസഭ നേരിട്ട് മുൻകൈയെടുക്കേണ്ട ജോലികൾക്ക് പ്രത്യേക തുകയും ഇത്തവണ വകയിരുത്തിയിട്ടില്ല. കരാറുകാർക്ക് നഗരസഭ കൊടുത്തു തീർക്കാനുള്ളത് 20 കോടി രൂപയാണ്. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നതിനെക്കുറിച്ചും ബജറ്റിൽ വ്യക്തതയില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഗോശ്രീ മാമംഗലം റോഡ്, പൊന്നുരുന്നി റെയിൽവേ ഓവർബ്രിഡ്ജ്, നഗരസഭ ആസ്ഥാന മന്ദിരം നിർമ്മാണം തുടങ്ങി തുടക്കമിട്ട പല പ്രധാന പദ്ധതികളെക്കുറിച്ചും പരാമർശമില്ലെന്നും ആരോപണമുണ്ട്. എന്താണ് കൊച്ചിൻ കോർപ്പറേഷൻ ഇതിന്റെ വികസനം, ഇതിന്റെ പ്രയോജനം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയണ്ടേ? സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമല്ലേ? ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കിട്ടാൻ കഴിയുന്ന, നാനാതരത്തിലുള്ള ചികിത്സ കിട്ടാൻ കഴിയുന്ന സ്ഥാപനങ്ങളല്ലേ ഇത്? നമ്മുടെ നഗരത്തിലുള്ള 60% ആളുകൾക്ക് വലിയ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല. പരസ്യ നികുതി, കെട്ടിട നികുതി, മൊബൈൽ ടവറുകളിൽ നിന്നുള്ള വരുമാനം എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്സുകളായി ബജറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചിൻ ഫസ്റ്റ് ഉൾപ്പെടെ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. എന്നാൽ വെള്ളക്കെട്ട്, കൊതുക്, ഗതാഗതക്കുരുക്ക് തുടങ്ങി നഗരത്തിൽ അടിയന്തര പ്രാധാന്യം നൽകേണ്ട പ്രശ്നങ്ങൾക്ക് ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാര മാർഗങ്ങൾ പര്യാപ്തമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം.